ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്നും രാവിലെ തന്നെ അടുക്കളയിലെ ബഹളത്തിൽ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത്. ഈ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് കുക്കിംഗ്, പിന്നെ മക്കൾക്കുള്ള ഒരു റൈസ് ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് പപ്പയും അമ്മയും വന്ന ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വൈകുന്നേരം വരെ ഇന്ന് തംബ്നെയിലിൽ കാണിച്ചത്. രാവിലെ പതിവ് പോലെ ദോശയും സാമ്പാറും ഒന്നും അല്ല കേട്ടോ, ഗോതമ്പ് ദോശയും ചിക്കൻ കറിയുമായിരുന്നു. കറി ഇന്നലെ വൈകിട്ട് വെച്ചത് ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയാൽ മതി. മോനാണെങ്കിൽ അവന് ദോശ പരത്താൻ വേണ്ടി എന്നോട് വഴക്കിട്ട് നിൽക്കുകയാണ്. പിന്നെ കൂർക്ക മെഴുക്ക് പുരട്ടി വെച്ചതാണ് ഞാനിപ്പോൾ എടുത്ത് വേറൊരു പാത്രത്തിലാക്കി മാറ്റിയത്. ചേട്ടൻ അപ്പുറത്ത് നിന്ന് തുണി തേക്കുകയാണ്. ഏതൊരു പാത്രത്തിൻ്റെ അടപ്പ് കണ്ടാലും അത് കണ്ടില്ലേ, മോൻ ഇങ്ങനെ സ്റ്റിയറിങ് പോലെ വളച്ച് കളിക്കും. അവന് ഈ വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. ഇനിയൊരു പരിപ്പ് കറിയും കൂടെ ആക്കണം. അതിനുവേണ്ടി ഞാൻ കടുകൊട്ടിക്കാനൊക്കെയാണ് തുടങ്ങുന്നത്. മോൻ എൻ്റെ കൈയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നില്ല. അതാ ചീനച്ചട്ടി കണ്ടില്ലേ, അതിൻ്റെ ഒരു സൈഡിലെ വക്ക് പോയതാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും അതിന് മുമ്പേ തൊട്ടുള്ളതാണ് ആ ചട്ടി. അതിൽ വെച്ചാലേ നമുക്കെല്ലാം ഒരു നല്ലതായിട്ട് കിട്ടുള്ളൂ എന്ന് തോന്നലാണ്. അതുകൊണ്ട് എപ്പോഴും ആ ചട്ടി തന്നെയാണ് നമ്മൾ എല്ലാ മെഴുക്കുവരട്ടി പോലുള്ള സാധനങ്ങളും തോരനും ഒക്കെ ഉണ്ടാക്കുന്നത്. അമ്മ ഇപ്പോൾ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. സാധാരണ കറിയൊക്കെ അമ്മ വയ്ക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ മക്കളെ കഴിപ്പിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് അമ്മയാണ് അവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. അവർക്കിനി ആഹാരം കൊടുക്കുക എന്നുള്ളത് കുറച്ച് വലിയ പണി തന്നെയാണ്. ഒരടുപ്പിൽ ദോശയും മറ്റേ അടുപ്പിൽ കറിയുമാണ് ആക്കുന്നത്. അവിടെ കറിക്കുള്ള ഉള്ളി മൂപ്പിക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മൂക്കുന്ന സമയം കൊണ്ട് തുണി തേച്ച് ആ തുണി ഒന്ന് മടക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് കറി എന്ന് വെച്ചാൽ അങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള കറിയൊന്നുമല്ല. വെറുതെ കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ച് മുളക് പൊടിയും എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് ഉള്ളൊരു സിമ്പിൾ കറി, അത്രേ ഉള്ളൂ. ഞാൻ ഈ വേഗം ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഓഫീസിൽ പോകാൻ നേരമായി, അതുകൊണ്ട് ഇപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം റെഡി ആക്കണമല്ലോ, അതിൻ്റേതായ ഒരു സ്പീഡും ഉണ്ട്. പിന്നെ ഈ ദോശ ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ കുറേ സമയത്തേക്കുള്ള ജോലിയാണല്ലോ. അപ്പോൾ ഈ ഒപ്പം തന്നെ ബാക്കിയെല്ലാം അങ്ങ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ഈസി. ഇപ്പോൾ അവധി ആയതുകൊണ്ട് മക്കളെല്ലാവരും കുറച്ച് താമസിച്ച് തന്നെ എഴുന്നേൽക്കുന്നത്. സാധാരണ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് തുടങ്ങും. നമ്മുടെ ജോലി അത്ര വേഗം അങ്ങ് കഴിയും. മോൾ അപ്പോഴേക്കും ഓടിയെത്തി. ഞാനിപ്പോൾ പല്ല് തേക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മോള് വേഗം പല്ലൊക്കെ തേച്ച് മിടുക്കിയായിട്ട് നല്ല ഉടുപ്പൊക്കെ എടുത്തിട്ടോ, അമ്മച്ചിയൊക്കെ ഇന്ന് വരും. അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഓക്കെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ അമ്മ അവളെ കൂട്ടിക്കൊണ്ട് പോയി പല്ല് തേപ്പിക്കാൻ വേണ്ടി. അമ്മ രണ്ടാമത്തെ മോന് കൊടുത്തു കഴിഞ്ഞ് മോൾക്ക് കൊടുക്കാൻ വേണ്ടി കറി എടുക്കാൻ വന്നതാണ്. അവൻ വേഗം കഴിക്കും. മോൾക്കാണ് കുറച്ചും കൂടെ താമസം. മോൻ വന്ന് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് എപ്പോഴും ഈ കളി തന്നെയാണ്. വണ്ടി ഓടിച്ച് എവിടെ നിന്നാലും അവിടെ നിന്ന് വണ്ടി ഓടിച്ച് കളിക്കും. മോളെന്താ കഴിച്ചു എന്ന് പറഞ്ഞ് വന്നു. ഞാൻ അവൾക്കൊരു ഗുഡൊക്കെ പറഞ്ഞ് ഒന്ന് സോപ്പിട്ട് നിർത്തി. വെള്ളം കൊടുത്തപ്പോൾ അവൾക്ക് ചൂടാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഇനിയിപ്പോൾ വേഗം ചായ വെക്കണം. ചായ ഇട്ട് കഴിഞ്ഞ് ചോറൊക്കെ വിളമ്പി ചേട്ടനെ പറഞ്ഞു വിടണം. ഇനി ഞാൻ ചോറെടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് കറി ഇന്ന് പരിപ്പ് കറിയും മെഴുക്ക് പുരട്ടിയും അച്ചാറും പിന്നെ ചിക്കൻ കറിയും കൂടെ വേണമെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ അതും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ.
അമ്മയൊക്കെ ഒന്നുകൂടെ വിളിച്ചേക്കണേ എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇതാ മോനും വഴക്കിട്ട് പിണങ്ങി വന്നിട്ടുണ്ട്. അവന് പെട്ടെന്ന് സങ്കടം വരും. നമുക്ക് സമാധാനിപ്പിക്കാനും എളുപ്പം മോനെ തന്നെയാണ്. ഇനിയിപ്പോൾ എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൈസ് ഉണ്ടാക്കണം മക്കൾക്ക് വേണ്ടി. കാരണം ചിക്കൻ ഇരിപ്പുണ്ടല്ലോ. ചിക്കൻ കറിയുടെ കൂടെ റൈസ് ആണെങ്കിൽ പിന്നെയും കഴിക്കും. മോൾക്ക് ചോറൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഈ സമയത്ത് അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിയുന്നതാണ്. ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് ഫ്രീ ആകും. പിന്നെ മറ്റ് ജോലികളിലേക്കാണ് പോകുന്നത്. ഇന്ന് അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് തോന്നി. ഞാനും ഒരുപാട് സമയം അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. എന്തെങ്കിലും പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് മാറാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെയാണെങ്കിലല്ലേ നമുക്കും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇപ്പം അങ്ങനെ നടക്കാറൊന്നുമില്ല. ഇപ്പം ഞാൻ അരി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതിൽ കൈയിട്ട് കളിക്കുകയാണ് രണ്ടുപേരും വന്നിട്ട്. പിന്നെ മോള് രണ്ടുപേരും കൂടെ ആണെങ്കിൽ അരി മുഴുവൻ താഴെ പോവും. അതുകൊണ്ട് മോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മോനെ കൊണ്ട് ഞാൻ സവോള പൊളിച്ച് തരാൻ പറഞ്ഞ് വിട്ടതാണ്. ഓരോന്നോരോന്ന് പോയി എടുത്തുകൊണ്ട് വരിക. അവന് ആ വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന അതിലിട്ടൊന്ന് ചതയ്ക്കാൻ പറഞ്ഞ് കൊടുത്തതാണ്. രണ്ടുപേരെയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കുന്നുണ്ട്, എന്താ താഴെ പോകുന്നുണ്ടോ എന്ന്. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് മതിയോ ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് സമയം അവിടെ മാറി നിൽക്കട്ടെ എന്ന് കരുതി. ആയിട്ടില്ല, കുറച്ച് സമയം കൂടെ അത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറി ഒന്നും കൂടെ റെഡിയാക്കണം. ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ഭാഗം എടുത്ത് ഇന്നലെ കറി വെച്ചു വൈകിട്ട്. അതാണ് രാവിലെയും കൂടെ എടുത്തത്. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ കറി വെക്കണം. കാരണം ഇന്ന് അമ്മയും പപ്പയും വരുമല്ലോ. ഞാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മോനും നിൽക്കുകയാണ് അവിടെ. ഫ്രിഡ്ജിൽ നിന്ന് ഇനി ചിക്കൻ എടുക്കാൻ പോകാനാണ് അവനെയും കൊണ്ട് ഞാൻ പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവൻ അതിലേക്ക് തല ഇട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. മോക്കാണെങ്കിൽ ഇതെന്താ ചെയ്യാൻ പോകുന്നത്, ഇതെന്താണ് നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി കയറിയിരിക്കുക. അവളെ കുറച്ച് മാറ്റിയാണ് ഞാൻ ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. സവോള ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചിക്കൻ ഇന്നലെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതിന് സവാള ഒന്ന് വഴറ്റി മസാലപ്പൊടിയും കൂടെ ചേർത്തെടുത്താൽ മതി. പിന്നെ റൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. വീട്ടിലുള്ളപ്പോൾ നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കുക്കർ വെച്ച് അതിൽ നെയ്യും പിന്നെ വെളിച്ചെണ്ണയുമാണ് ഞാൻ ഒഴിക്കുന്നത്. അത് ചൂടായി കഴിയുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് വഴറ്റി സവാളയും ഇട്ട് വഴറ്റിയിട്ട് ക്യാരറ്റും ബീൻസും ചെറുതായി അരിഞ്ഞ് ചേർക്കും. കാരണം വലുതായിട്ടിട്ടാൽ അത് കടിക്കുമ്പോൾ പിള്ളേരത് കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. പിന്നെ അരിയിട്ട് ഒന്നുകൂടെ ചെറുതായി ഇളക്കി ഇരട്ടി വെള്ളം ഒഴിച്ച് ഒറ്റ വിസിൽ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇതിൽ ഞാൻ പൊട്ടറ്റോയും കൂടെ ചേർക്കാറുണ്ട്. ഇതിന് റൈസെന്നോ പുലാവെന്നും ഒക്കെ പറയാം. ചിക്കൻ കറി ആണെങ്കിലും നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചതായതുകൊണ്ട് കൂടുതൽ എരിവ് ചേർക്കാറില്ല. എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ചേർക്കും. ഇവിടെ എല്ലാവരും എരിവ് അത്ര ഇഷ്ടമില്ലാത്തവരായതുകൊണ്ട് നമ്മൾ അതിട്ട് വേവിക്കുന്ന അത്രയും തന്നെ വെച്ചിട്ടാണ് കറിയാക്കുന്നത്. അങ്ങനെ ചിക്കൻ കറിയും റൈസും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം, മക്കൾക്ക് ആഹാരം കൊടുക്കണം. അപ്പോഴേക്കും കഴിയും. ഇപ്പോൾ സമയം ഉച്ചയൊക്കെ ആയി. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. അമ്മയും പപ്പയും ഉച്ചയായപ്പം വന്നായിരുന്നു.
അമ്മയും കൂടി ഇരുന്ന് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അമ്മ അറിഞ്ഞിരുന്നില്ല, ഇന്നാണ് പറയുന്നത്. അപ്പം അമ്മ അതിങ്ങനെ ക്യൂരിയസ് ആയിട്ടിരുന്ന് നോക്കുവാണ്. പിള്ളേരും അതിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. പിന്നെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് രാത്രി അങ്ങനെ കഴിഞ്ഞു പോയി. നല്ല ഇടിയും മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഭയങ്കര കാറ്റുമായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ മറ്റു കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അമ്മ കൊണ്ടുവന്നതാണ് കുരുമുളക്, പച്ചരി, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുറന്നു നോക്കി. ഒരു ദിവസം നിൽക്കുള്ളൂ, അമ്മയൊക്കെ നാളെ പോകും. എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം അതിനു വേണ്ടി പോകാൻ ചേച്ചൻ നാളെ ഇങ്ങോട്ട് വരും. ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി. ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും താങ്ക് യു.